أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قد كان لكم آية في فئتين التقتا، فئة تقاتل في سبيل الله وأخرى كافرة يرونهم مثليهم رأي العين والله يؤيد بنصره من يشاء إن في ذلك لعبرة لأولي الأبصار. زين للناس حب الشهوات من النساء والبنين والقناطير المقنطرة من الذهب والفضة والخيل المسومة والأنعام والحرث ذلك متاع الحياة الدنيا والله عنده ഹുസ്നുൽ മആബ്. രണ്ടായത്താണ് ഇപ്പൊ നമ്മൾ വായിച്ചത്. അപ്പോ ഒന്നാമത്തെ 13-ാമത്തെ ആയത്തിൽ ബദർ യുദ്ധത്തെ കുറിച്ചാണ് പറയണത്. ബദർ യുദ്ധം വിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്ത് എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. എന്താണ് ഈ ബദർ യുദ്ധത്തിലുള്ള ഒരു മഹത്തായ പാഠം എന്നുള്ളതാണ്. അപ്പൊ അത് ഈ ആയത്ത് തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും അള്ളാഹു അതിനെക്കുറിച്ച് നമ്മളോട് ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞിട്ടാണ്. ഒന്ന്, അതൊരായത്താണ് എന്ന് പറയുന്നുണ്ട്, ഒരു വലിയ ദൃഷ്ടാന്തമാണ് എന്ന് പറയണം. ഒരു അത്ഭുതകരമായ ഒരു ദൃഷ്ടാന്തമാണ് ബദർ യുദ്ധം. പിന്നെ ആ ആയത്ത് അവസാനിക്കുമ്പോൾ പറയണത് ഇന്ന ഫീ ദാലിക ലഇബ്റത്തൻ ലിഉലിൽ അബ്സാർ, ഉൾക്കാഴ്ചയുള്ള ആളുകൾക്ക് അതിൽ ധാരാളം ഗുണപാഠങ്ങളുണ്ട്. അപ്പം അതിനെക്കുറിച്ച് അത്രമാത്രം ചിന്തിക്കാനും അതൊരു മഹാത്ഭുതമായി ഒരു മഹത്തായ ദൃഷ്ടാന്തമായും പറയുമ്പോൾ എന്താണ് അതിലുള്ള പാഠം എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പം അതെന്താണ് പാഠമെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഭൗതിക ജീവിതത്തിലൊക്കെ നമ്മളെപ്പോഴും നമ്മളുടെ ഒരു കാര്യം വിജയിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള നമ്മുടെ ഭൗതികമായിട്ടുള്ള കഴിവുകൾ, ശക്തികൾ, അതിലായിരിക്കും നമുക്ക് കൂടുതൽ വിശ്വാസം. നമ്മുടെ അടുത്ത് പൈസ ഉണ്ട്, ഇപ്പം പണം കൊണ്ട് നടക്കും, സ്വാധീനം കൊണ്ട് നടക്കും, നമ്മുടെ ആരോഗ്യം കൊണ്ട് നടക്കും, നമ്മുടെ ബുദ്ധി കൊണ്ട് നടക്കും. അങ്ങനെയുള്ള നമുക്ക് ഓരോ കാര്യം ചെയ്യാനുള്ള ഒരു ധൈര്യം ഉണ്ടാവും. ഇപ്പോൾ ഒരാളൊരു ബിസിനസ്സൊക്കെ ഇറങ്ങുകയാണെങ്കിൽ അയാൾക്ക് ബിസിനസ്സൊക്കെ ഇറങ്ങാനുള്ള ധൈര്യം എന്താണ്? പൈസ ഉണ്ട്, കുറേ കാലം ബിസിനസ് ചെയ്ത പരിചയമുണ്ട്, അങ്ങനെ ഉണ്ടാവുമല്ലോ. എന്ത് കാര്യത്തിനും ഉണ്ടാകും അതിൻ്റേതായ ചില തയ്യാറെടുപ്പുകൾ. അപ്പം അങ്ങനെ ഒരു തയ്യാറെടുപ്പിനെ പറ്റി ചിന്തിക്കുകയാണെങ്കിൽ ആ തയ്യാറെടുപ്പ് ഏറ്റവും ഉള്ളത് ആർക്കാണ് അറിയോ? ശത്രുക്കൾക്കാണ്, മുശ്രിക്കുകൾക്കാണ്. കാരണം അവർ വരുന്നത് ഒരു യുദ്ധത്തിനാണ്. അപ്പോൾ യുദ്ധത്തിന് അന്ന് ലഭ്യമാകുന്ന ഏറ്റവും നല്ല ആയുധങ്ങളും കുതിരകളും ഒട്ടകങ്ങളും ഒക്കെ സജ്ജമായി അവർക്ക് കിട്ടാവുന്ന ഏറ്റവും സെലക്റ്റഡ് ആയിട്ടുള്ള യോദ്ധാക്കളെ കണ്ടുപിടിച്ച് അവരെ മുഴുവനുമായിട്ട് 1000-ഓളം ആളുകളുമായിട്ടാണ് അവർ വരുന്നത്. അപ്പം അവരുടെ തയ്യാറെടുപ്പ് പൂർണ്ണമാണ്. മാത്രമല്ല, എന്തെങ്കിലും ഒരു കാരണവശാൽ ആ യുദ്ധം പരാജയപ്പെടുമെന്ന് സ്വപ്നത്തിൽ പോലും മുശ്രിക്കുകൾ വിചാരിച്ചിട്ടുമില്ല. കാരണം അങ്ങനെ വിചാരിക്കാതിരിക്കാനുള്ള കാരണം എന്താ? അതിന് മാത്രം സൗകര്യങ്ങളും തയ്യാറെടുപ്പുകളും അവർക്കുണ്ട്. എന്നാൽ വിശ്വാസികളുടെ കാര്യം നേരെ വിപരീതമാണ്. ഒരു യുദ്ധം ആയി മാറുന്ന ഒരു യുദ്ധത്തിന് തന്നെയല്ല അവർ പോണത്. ഒരു യുദ്ധത്തിനല്ല പോണത്. യുദ്ധത്തിന് പോവുകയാണെങ്കിലല്ലേ യുദ്ധത്തിനുള്ള സാമഗ്രികളായിട്ട് പോവുള്ളൂ. ഒരു യുദ്ധത്തിനല്ല പോണത്. ഓരെന്താ വെച്ചാൽ ഒരു കച്ചവട സംഘത്തെ തടുക്കാനാണ്. അതായത് മുസ്ലിങ്ങളെ പുറത്താക്കാൻ വേണ്ടിയിട്ട് പണം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന ഒരു കച്ചവട പരിപാടിനെ എന്ത് ചെയ്യുക, തടയാൻ വേണ്ടി പോവുകയാണ്. അപ്പം ഇവരത്തൊക്കെ മുഴുവനും ഒരു അറബികൾക്കൊരു വാളുണ്ടാവും, മിനിമം ഓല കയ്യിൽ പിടിക്കുന്നൊരു വാള്. ആ വാള് മാത്രമേ ഇവരെ കയ്യിലുള്ളൂ. പിന്നെ പരിമിതമായിട്ടുള്ള വാഹനങ്ങളും
എല്ലാവർക്കൊന്നും വാഹനങ്ങളില്ല, മനസ്സിലല്ലേ? പിന്നെ ആള് പറഞ്ഞാൽ ഈ 300 ചില്ലാൻ ആൾക്കാർ, അതും ഒരു യുദ്ധം വിചാരിക്കാത്തത് കൊണ്ട് ഒരു യുദ്ധത്തിന് ആവശ്യമായ യോദ്ധാക്കളെയും ആൾക്കാരല്ല ഇതിൽ. മറിച്ച് അപ്പം പോരാൻ റെഡിയുള്ള ആൾക്കാരുണ്ടാവില്ല. നമ്മൾ പോവുക അറിയുമ്പോൾ അന്നാ പോവുക അറിയണേ, അങ്ങനത്തെ കുറച്ച് ആൾക്കാരായിട്ടാണ് ഇവർ വന്നത്. അതാണ് പിന്നെ യുദ്ധമായി മാറുന്നത്. യുദ്ധമായി മാറുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ 70 ആളുകളെ, ശത്രുക്കളിലെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള 70 ആൾ കൊല്ലപ്പെട്ടു. കാരണം ഇനി മുശ്രിക്കുകൾക്ക് നേതൃത്വം കൊടുക്കാൻ നേതാക്കളില്ല. ഇതുവരെ രംഗത്ത് ഏറ്റവും തിളങ്ങി നിന്ന യോദ്ധാക്കൾ പോയി. 70ഓളം ആളുകളെ ബന്ധനസ്ഥരായി പിടിച്ചു. ഭയങ്കരമായ പരാജയം സംഭവിച്ചു. എല്ലാ സജ്ജീകരണങ്ങളും സംവിധാനങ്ങളും ഉണ്ടായിട്ട് അവർ തോറ്റു. അപ്പൊ ശരിക്ക് അവിടെ വിജയിച്ചത് എന്തുകൊണ്ട് മാത്രമാണ്? അള്ളാഹുവിൻ്റെ സഹായം കൊണ്ട് മാത്രമാണ്. ഇപ്പം നമ്മോട് പറയണത്, നമുക്ക് എത്ര തയ്യാറെടുപ്പും സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും എന്തില്ല, നമ്മൾ വിജയിക്കുക എന്നുള്ളത് നമ്മളുടെ കഴിവിൽപ്പെട്ട കാര്യമല്ല. അത് തീർത്തും അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണ്ട, ഓർക്ക് ഭയങ്കര ഭരണസ്വാധീനമല്ലേ, ഒരു കൂടുതൽ ആളില്ലേ, ഓർക്ക് ആയുധല്ലേ, അങ്ങനെയൊന്നും പേടിച്ച് ജീവിക്കേണ്ട ഒരാവശ്യം വിശ്വാസികൾക്കില്ല എന്നാണ് പറയുന്നത്. എന്തെങ്കിലും ഒരു ഏറ്റുമുട്ടേണ്ട ഘട്ടം വരുമ്പോൾ നമ്മളെ പരമാവധി ചെയ്യുക, അള്ളാഹിനോട് പറയാ, ബാക്കി അള്ളാഹ് കൈകാര്യം ചെയ്തോളൂ എന്നുള്ള ഭയങ്കരമായ ഒരു ആത്മവിശ്വാസമാണ് കൊടുക്കുന്നത്. പൊതുവെ ഒരു പേരുണ്ട്, നമ്മളിപ്പോൾ ഈ സത്യത്തിൻ്റെ കക്ഷി എന്നുള്ള നിലക്ക് നമ്മൾക്ക് വിളിക്കാൻ വേണ്ടി പറഞ്ഞൊരു പേരുണ്ട്. അത് ത്വായിഫത്തും മൻസൂറ എന്നാണ് പറയാം. അതായത് അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കുന്ന വിഭാഗം എന്നാണ്. അത് സാദി ഇതിലെടുത്ത് പറയുന്നുണ്ട്. നമ്മൾ വിജയിക്കുന്നതാണ്. വിജയമെന്നത് സത്യത്തിൻ്റെ കക്ഷികളുടെ നിഴലാണ്. ശരിയായ ഇസ്ലാമിൻ്റെ നിഴലാണെന്ത്? വിജയമെന്നത്. അതുകൊണ്ട് വിജയിച്ചിരിക്കും. ഹക്കൻ അലൈന നസ്റുൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളെ സഹായിക്കൽ എൻ്റെ കടമയാണെന്നുള്ളതാണ്. അതെൻ്റെ ബാധ്യതയാണ്, അത് ഞാൻ ചെയ്യുന്നു. അപ്പോൾ വെറുതെ ഇങ്ങനെ പേടിച്ച് ഒരു ഫോബിയ കൊണ്ട് ജീവിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല എന്നാണ് പറയണത്. പേടിക്കണം എന്തുകൊണ്ടാ? ശത്രുവിന് നമ്മളെക്കാളും സ്വാധീനവും അധികാരവും കഴിവുണ്ട് എന്ന് വിചാരിച്ചിട്ടല്ലേ പേടിക്കണ്ട. ഒരു കാര്യത്തേക്ക് ഇറങ്ങുമ്പോഴും നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യമില്ല. അള്ളാഹു നമ്മളെ എന്ത് ചെയ്യും? സഹായിക്കും എന്ന് വിശ്വസിക്കാൻ. അതിനാണ് ബദർ നമുക്ക് എന്ത് ചെയ്യണത്? പറഞ്ഞു തരുന്നത്. പിന്നെ അപ്പോൾ അവിടെ ബദറിൽ വിജയിച്ചു എന്ന് പറയുമ്പോൾ അത് സത്യത്തിൻ്റെ മാത്രം വിജയമാണ്. വേറെ ഒന്നും അവിടെ വിജയിക്കാൻ, വേറെ ഘടകങ്ങളൊന്നും അവിടെ ഇല്ല. അതാണ് ഒന്ന്. പിന്നെ അടുത്ത ആയത്തിൽ പറയുന്നത് എന്താന്ന് ചോദിച്ചാൽ, ചില ആകർഷകങ്ങളായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളുടെ അനുബന്ധങ്ങളാണ് മനുഷ്യൻ്റെ മുഴുവൻ ജീവിതം എന്നാണ് പറയുന്നത്. അതായത് മനുഷ്യന് താല്പര്യമുള്ള ചില കാര്യങ്ങളുണ്ട് ഇവിടെ. അതൊന്ന് സ്ത്രീകൾ, മക്കൾ, അതേപോലെ തന്നെ നമ്മുടെ നിക്ഷേപങ്ങൾ, സ്വർണം വെള്ളി പോലുള്ള നിക്ഷേപങ്ങൾ, നമ്മുടെ മനോഹരമായ വാഹനങ്ങൾ, കൃഷിസ്ഥലങ്ങൾ, ഇങ്ങനെ മനുഷ്യൻ്റെ സാമ്പത്തികമായതും അവൻ്റെ ബന്ധങ്ങളിൽപ്പെട്ടതുമായ ചില സംഗതികൾ. ഇപ്പം നമ്മളൊക്കെ ജീവിക്കുന്നത്, നമ്മൾ ചിന്തിക്കുന്നതും ആലോചിക്കുന്നതും നമ്മളെല്ലാ പരിപാടികളും കേന്ദ്രീകരിക്കുന്നതും ഈ ആളുകളിലാണ്. ഇതിനോട് മനുഷ്യൻ അള്ളാഹു ഒരു ആകർഷണം ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പം ആ ആകർഷണം കൊണ്ട് മനുഷ്യൻ എന്ത് ചെയ്യുന്നു? ഇതുമ്മ കടന്ന് മരിക്കുകയാണ് ചെയ്യണം. എല്ലാ ആൾക്കാരും, ലോകത്തുള്ള എല്ലാ മനുഷ്യരും അതുമ്മ കടന്ന് എന്ത് ചെയ്യാണ്? മരിക്കുകയാണ് ചെയ്യണത്. ഇപ്പം നിങ്ങൾക്കറിയാം, ലോക സമ്പന്നന്മാർ, മനസ്സിലായി, വലിയ മുതലാളിമാർ, ഓർക്കൊക്കെ അറിയാം അവരടുത്തുള്ള പണം മുഴുവൻ അവർക്ക് അനുഭവിക്കാൻ കഴിയില്ല എന്ന് അവർക്ക് അറിയാലോ. എന്നാൽ നമ്മൾ മരിച്ചുപോയാൽ നമ്മുടെ കുട്ടികൾക്കൊക്കെ കുറച്ച് സ്വത്ത് കിട്ടിക്കോട്ടെ വിചാരിച്ചിട്ട് ഉണ്ടാക്കുകയാണോ? അങ്ങനെയല്ല. പിന്നെ എന്തിനാ അത് ഉണ്ടാക്കണത്? അതിനോടുള്ളൊരു ഇഷ്ടം, അത്രേ ഉള്ളൂ. അതിനോടുള്ള ഒരു ഇഷ്ടം, അത്രേ ഉള്ളൂ. അപ്പൊ ഇതിനെ രണ്ട് രൂപത്തിലാണ് സമീപിക്കുക എന്ന് പറയണത്. ഒന്നെന്താ വെച്ചാൽ,
നമ്മൾ നാൽക്കാലിയാളെ പോലെ ഇത് അനുഭവിക്കുക, ആസ്വദിക്കുക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് യാതൊരു ആലോചനയില്ല. അങ്ങനെ മനുഷ്യൻ എന്ത് ചെയ്യുക, ഇതും കൊണ്ട് കടന്നിട്ട് അലക്ഷ്യമായി അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ. അവൻ നേരെ നരകത്ത് കണ്ടു പോവും. ഇതൊക്കെ അനുഭവിച്ചിട്ട് അവൻ എന്ത് ചെയ്യും, നരകത്തേക്ക് പോവും. രണ്ടാമത്തെ സമീപനം എന്താന്ന് വെച്ചാൽ, നമ്മൾ ഈ വിഭവങ്ങളെല്ലാം ഇവിടെ നമ്മൾ ആസ്വദിക്കുന്നതോടൊപ്പം തന്നെ ഇതുകൊണ്ട് മറ്റൊരു പ്രയോജനമുണ്ട്. എൻ്റെ അടുത്ത് പൈസ ഉണ്ടെങ്കിൽ അതുകൊണ്ട് എനിക്ക് നല്ല വീടുണ്ടാക്കാം, നല്ല ഭക്ഷണം കഴിക്കാം, നല്ല സുഖം, ആ ഉപകാരമുണ്ട്. എന്നാൽ ആ പണം കൊണ്ട് എനിക്ക് അള്ളാഹുവിൻ്റെ തൃപ്തിയും പ്രീതിയും പ്രതിഫലവും നേടാൻ കഴിയും. മനസ്സിലല്ലേ? എൻ്റെ നിക്ഷേപം കൊണ്ട്, സമ്പത്ത് കൊണ്ട്, മക്കളെ കൊണ്ട്, ഇണകളെ കൊണ്ട് എല്ലാം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, പരലോകത്ത് സ്വർഗം കൂടെ നേടാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ എനിക്ക് തന്നത് ഒരു പരീക്ഷണമാണ്. ഇത് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം, ഒരു സ്വർഗം വാങ്ങണം. അതാണ് എൻ്റെ ലക്ഷ്യം. ഈ ചിന്തയോടുകൂടെ മാത്രം പണത്തിനെയും സൗകര്യങ്ങളെയും മക്കളെയും സമീപിക്കുന്ന അവസ്ഥ, ഇതാണ് വിശ്വാസിയെയും അവിശ്വാസിയെയും വേർതിരിക്കുന്ന ഘടകം. വമാ ജഅൽനാ അലൽ അർളി സീനത്തൻ ലഹാ ലിനബ്ലുവകും അയ്യുഹും അഹ്സനു അമല. ഭൂമിയിൽ എന്തെല്ലാം അലങ്കാരങ്ങളുണ്ടോ അതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം നിങ്ങളെ പരീക്ഷിക്കലാണ്. എന്താണ് പരീക്ഷിക്കുന്നത്? ഇഹലോകത്തും പരലോകത്തും പ്രയോജനം കിട്ടുന്ന പണം അവൻ ഇഹലോകത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുമോ, അതോ പരലോകത്തിന് വേണ്ടി കൂടെ അതിനെ ഉപയോഗിക്കുമോ? അതാണ് നമ്മുടെ പരീക്ഷണം. അതിൽ എത്രമാത്രം നമ്മൾ വിജയിക്കുന്നു എന്നതിന് വേണ്ടിയാണ് അള്ളാഹു അത് തരുന്നതെന്നാണ് അടുത്ത ആയത്തിൽ പറയുന്നത്. ഒന്ന് വായിച്ചു നോക്കാം നമ്മൾ. ഖദ് കാന ലക്കും ആയത്തുൻ ഫീ ഫിഅതൈനിൽ തഖതാ. ഖദ് കാന ലക്കും ആയ, തീർച്ചയായും നിങ്ങൾക്ക് ദൃഷ്ടാന്തം ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് വലിയൊരു അത്ഭുതവും ദൃഷ്ടാന്തവും ഉണ്ടായിട്ടുണ്ട്. ആയ ഫീ ഫിഅത്തൈനി രണ്ടു സംഘങ്ങളിൽ. ഫിഅത്തുൻ സംഘം, ഫിഅത്തൈനി രണ്ടു സംഘം. രണ്ടു സംഘങ്ങളിൽ നിങ്ങൾക്ക് എന്തുണ്ട്? ഒരു ദൃഷ്ടാന്തമുണ്ട്. ഇൽതഖതാ, അവർ രണ്ടും പരസ്പരം ഏറ്റുമുട്ടി. പരസ്പരം ഏറ്റുമുട്ടിയതായ രണ്ടു സംഘങ്ങളിൽ നിങ്ങൾക്ക് വലിയ ദൃഷ്ടാന്തമുണ്ട്, വലിയ അത്ഭുതമുണ്ട്. ആ രണ്ട് സംഘങ്ങൾ ഏതാണ്? അവിടെ തന്നെ പറയണു, അള്ളന്നെ പറയണു. ഫിഅത്തുൻ തുഖാതിലു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന ഒരു വിഭാഗം. ഒരു വിഭാഗം ആരാണ്? വിശ്വാസികൾ. വഹുമുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വ അസ്ഹാബുഹു, നബിയും സഹാബത്തുമാണ് ആ സംഘം. അള്ളാഹിൻ്റെ പ്രതിഫലം കിട്ടാൻ വേണ്ടി, അള്ളാഹിൻ്റെ ദീന് വിജയിക്കാൻ വേണ്ടി യുദ്ധം ചെയ്യുന്ന ആളുകൾ. അടുത്തതോ വ ഉഖ്റാ കാഫിറ, മറ്റൊന്ന്, ഉഖ്റ എന്ന് പറഞ്ഞാൽ മറ്റൊന്ന്, കാഫിറത്തുൻ അവിശ്വാസികളായതും. അവിശ്വാസികളായിട്ടുള്ളവരാണ് മറ്റൊരു വിഭാഗം. അങ്ങനെ രണ്ട് വിഭാഗങ്ങൾ ഏറ്റുമുട്ടിയ ബദർ എന്ന് പറയുന്നത് ഒരു വെള്ളത്തടാകമാണ്, ഒരു ഉറവയുടെ തടാകമാണ് ബദർ. അറബികൾ എപ്പോഴും എന്ത് കാര്യത്തിന് വേണ്ടി തമ്പടിക്കുകയാണെങ്കിലും അതൊരു വെള്ളത്തിൻ്റെ പരിസരത്താണ് എന്ത് ചെയ്യുക, അവർ തമ്പടിക്കുക. മരുഭൂമിയിൽ അവിടവിടങ്ങളിലായിട്ട് എന്തുണ്ടായിരിക്കും? ഇതേപോലെ വെള്ളത്തിൻ്റെ ചെറിയ സോഴ്സുകൾ ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു സ്ഥലമാണ് ഈ ബദർ. അവിടെയാണ് അവരെന്തായത്? തമ്പടിച്ചത്. എന്നിട്ടോ യറൗനഹും മിസ്ലൈഹിം റഅയൽ ഐൻ, യറൗനഹും മിസ്ലൈഹിം റഅയൽ ഐൻ. യറൗനഹും അവരെ കണ്ടിരുന്നു, മിസ്ലൈഹിം എന്താണ്? അവരുടെ രണ്ടത്ര ഇരട്ടിയുള്ളതായിട്ട്. മിസ്ലൈഹിം രണ്ടത്രയുള്ളതായിക്കൊണ്ട്. റഅയൽ ഐൻ കണ്ണുകൊണ്ടുള്ള നേർക്കാഴ്ച, റഅയൽ ഐൻ കൺകാഴ്ച.
ഇത് വളരെയധികം ആശയപരമായ അത്ഭുതങ്ങളുള്ള ഒരു പ്രയോഗമാണ്. ആരെയാണ് ഇരട്ടിയുള്ളതായി കണ്ടത്? ആരെയാണ് ഇരട്ടിയുള്ളതായി കണ്ടത്? ഇമാം സഅദി റഹ്മത്തുള്ളാഹി പറയുന്നത് യറൽ മുഅ്മിനൂന അൽ കാഫിരീന, സത്യവിശ്വാസികളായ ആളുകൾ അവിശ്വാസികളെ കണ്ടു. യസീദൂന അലൈഹ സിയാദതൻ കതീറ, ഞങ്ങളെക്കാളും ഇവർ കുറേ ആൾക്കാരുണ്ട് എന്ന് വിശ്വാസികൾ കണ്ടു. തബ്ലുൽ മുലാഅഫ, ഇരട്ടിയാകും അത്. തസീദു അലൈഹ, ഇരട്ടിയിലും അധികമുണ്ട്. ഇവർ 300 ആണെങ്കിൽ ഇരട്ടി എത്രയാണ്? 600 അല്ലേ? മറ്റോല 1000 അല്ലേ? അപ്പൊ ഇരട്ടിയല്ല, ഇരട്ടിയിലും അധികമുണ്ട്. അപ്പൊ ഇവിടെ പറയണത് എന്താണ്? ശരിക്ക് വിശ്വാസികൾക്ക് മനസ്സിലായി എന്ത്? ഞങ്ങളെ നേരിടാൻ വന്നവർ ഞങ്ങളുടെ ഇരട്ടി ആളുകളുണ്ട് എന്ന്. ഇതാണ് ഈ സന്ദർഭത്തിൽ ഏറ്റവും യോജിക്കുന്ന കാര്യം. എന്നാൽ അതേ സമയത്ത് തന്നെ ഇതിൻ്റെ വ്യാഖ്യാനത്തിൽ പറയണത് എന്താണ്? വിശ്വാസികൾ കുറച്ചുള്ളൂ തോന്നിക്കഴിഞ്ഞാൽ അവിശ്വാസികൾക്ക് ധൈര്യം കിട്ടുകയും അവർ വിശ്വാസികളെ ഏറ്റുമുട്ടാൻ അവരെന്ത് ചെയ്യും? ആവേശം കാണിക്കുകയും ചെയ്യും. അതുകൊണ്ട് അവിശ്വാസികൾക്ക് വിശ്വാസികൾ എന്താണ്? ധാരാളം ഉള്ളതുപോലെ തോന്നി. അത് വേറെ സ്ഥലത്തൊക്കെ പറയുന്നുണ്ട്, തോന്നിപ്പിച്ചു എന്നതാണ് പറയുന്നത്. പക്ഷേ ഈ സന്ദർഭത്തിന് ഏറ്റവും നല്ലത് എന്താണ്? തങ്ങളെക്കാളും ഇരട്ടി ആളുകൾ അവിശ്വാസികളിലുണ്ട് എന്ന് അവർ നേരിട്ട് കാണുകയാണ്. അതൊരു സത്യമാണല്ലോ, കണ്ടിട്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. ആ സമയത്ത് വല്ലാഹു യുഅയ്യിദു ബിനസ്രിഹി മയശാ, അള്ളാഹു തന്റെ സഹായം കൊണ്ട് അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ എന്ത് ചെയ്യുന്നു? സഹായിക്കുന്നു. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ തന്റെ സഹായം കൊണ്ട് യുഅയ്യിദു, ബലപ്പെടുത്തുന്നു. തന്റെ സഹായം കൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ ബലപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ ദുർബലരായി നിൽക്കുന്ന ആൾക്കാരാണ്. അവർക്ക് ഭൗതികമായ ഒരു ശേഷിയോ ശക്തിയോ കഴിവോ ഒന്നുമില്ല. പക്ഷെ അള്ളാന്റെ മാത്രം പിന്തുണ കൊണ്ട് അവരെന്ത് ചെയ്യുന്നു? ശക്തരായിത്തീരുന്നു. ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിഉലിൽ അബ്സാർ, ഉൾക്കാഴ്ചയുള്ളവർക്ക് ഇതിൽ വലിയ ഗുണപാഠമുണ്ട്. ഉൾക്കാഴ്ചയുള്ളവർക്ക് ഇതിൽ വലിയ ഗുണപാഠമുണ്ട് എന്നാ പറയണത്. അപ്പൊ എന്താണ് ഇവിടെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ്? സർവ സന്നാഹങ്ങളും ഉണ്ട് എന്നതുകൊണ്ട് നമ്മൾ ഭയപ്പെടേണ്ട കാര്യവുമില്ല. നമ്മൾ അമിതമായ ആത്മവിശ്വാസം കൊള്ളേണ്ട കാര്യവുമില്ല. കാരണം വിജയം തീരുമാനിക്കുന്നത് ആരാണ്? അള്ളാഹുവാണ്. അതുകൊണ്ട് ഒരു സജ്ജീകരണങ്ങളും സന്നദ്ധതയും ഇല്ലാത്തവരാണ് വിശ്വാസികൾ. ബദറിൽ ഒരു യുദ്ധത്തിന് തന്നെ പുറപ്പെട്ട് അതിനുവേണ്ട എല്ലാ സംവിധാനങ്ങളും ആളുകളും ആൾബലവുമുള്ള ഇരട്ടിയിലധികം വരുന്ന ആളുകളുമായിട്ടാണ് ശത്രുക്കൾ വന്നത്. പക്ഷെ അള്ളാഹു ആരെ സഹായിച്ചോ ഓര് വിജയിക്കും. അതാണ് ഇതിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠം. ഇപ്പൊ നമ്മൾ എറൗനഹും മിസ്ലൈഹിം റഇയൽ ഐൻ, അതിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ അതില് അവർ ഇരട്ടുണ്ട് എന്ന് പറഞ്ഞതിന്റെ മറ്റൊരു കാരണം എന്താണ്? വിശ്വാസികൾ ധാരാളമുണ്ട് എന്ന് അവർക്ക് തോന്നിപ്പിച്ചു എന്നാണ്. പക്ഷെ സന്ദർഭവും ഇമാം സഅദി പറഞ്ഞതും ആണ് കുറച്ചും കൂടി എന്താണ് നല്ലത്. അമാനി മൗലവിയൊക്കെ വിശദീകരിച്ചിരിക്കുന്നത്, ഒന്ന്, അവിശ്വാസികൾക്ക് സത്യവിശ്വാസികൾ തങ്ങളുടെ രണ്ടത്ര അഥവാ 2000-ഓളം, ഇത് ശത്രുക്കൾ എത്രയാണ്? 1000 അല്ലേ? അപ്പൊ അവരെ 2000-ഓളം ഓലക്കാളും കൂടുതൽ വിശ്വാസികളുള്ളതായി ബാഹ്യദൃഷ്ട്യാ തോന്നിയിരുന്നു എന്നാണ് ഒരു വ്യാഖ്യാനം. രണ്ടാമത്തത്, അവിശ്വാസികൾക്ക് സത്യവിശ്വാസികളുടെ യഥാർത്ഥ എണ്ണത്തിന്റെ രണ്ടത്ര അഥവാ 600-ൽ പരം ഉള്ളതായി തോന്നിയിരുന്നു എന്നാണ്. അതായത് കാഫിറുകളായ ആളുകൾ വിശ്വാസികളുടെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ 300 ഉള്ളൂ, പക്ഷെ 600 ഉള്ള മാതിരി അവർക്ക് തോന്നി. ഈ രണ്ട് വ്യാഖ്യാനങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? അപ്പൊ ഇവിടെ രണ്ടായാലും ഇവിടെ ഒന്നാ പറയണത്.
സത്യവിശ്വാസികളുടെ എണ്ണം കുറവാണെങ്കിലും മുശ്രിക്കുകൾക്ക് കാഴ്ചയിൽ അവർ അധികമുള്ളതായി തോന്നി എന്നാണ്. എന്നാൽ ഇതിൽ പറയുന്നത് അങ്ങനെയല്ല. എന്താണ്? യറൽ മുഅ്മിനൂന, സത്യവിശ്വാസികൾ കണ്ടു, അൽ കാഫിരീന, അവിശ്വാസികളെ, യസീദൂന അലൈഹ സിയാദത്തൻ കതീറ, ഇവർ ധാരാളമുണ്ട്. അതൊരു വസ്തുതയാണ്. ഇവർ 300 ആൾ വന്നപ്പോൾ അപ്പുറത്ത് 1000 ആൾ നിൽക്കുന്നത് ആര് കാണുകയാണ്? വിശ്വാസികൾ കാണുകയാണ്. അപ്പോൾ റസൂലുള്ള പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥനയുടെ ഫലമായിക്കൊണ്ട് അവരെന്ത് ചെയ്തു? വിജയിച്ചു എന്നതാണ് അവിടെ നടന്ന സംഗതി. അതാണെന്ന് അർത്ഥം. അപ്പൊ നമ്മൾക്ക് ഇതിലുള്ള ഏറ്റവും വലിയ പാഠമെന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവിധ സജ്ജീകരണങ്ങളും സംവിധാനങ്ങളും മറ്റുള്ളവർക്കുണ്ടല്ലോ, നമ്മൾ സാധുക്കളാണല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇടങ്ങാറാകേണ്ട ഒരു കാര്യമില്ല. വിജയം തായിഫത്തും മൻസൂറയാണ്. ഏത് സന്ദർഭത്തിലും എന്ത് ചെയ്യും? അതാണ് പറയണത്. അസ്ബാബുല്ലാഹിറത്ത്, ബാഹ്യമായ കാരണങ്ങൾ, വൽ അദദ് വൽ ഉദദ്, തയ്യാറെടുപ്പുകളും എണ്ണവും ഒക്കെ എന്താണ്? ആ വിജയിക്കുമെന്ന് നമുക്ക് ഉറപ്പു തരും. പക്ഷേ എന്താണ്? അതിനെയൊക്കെ അതിജീവിക്കാൻ അള്ളാഹുവിന് പറ്റും എന്നതിനുള്ള ഏറ്റവും വലിയ ഗുണപാഠമാണ് വിശ്വാസികൾക്ക് കാണിച്ചു കൊടുത്തത്. വഹുവ നസ്റുഹു വഇഅ്സാസുഹു ലിഇബാദിൽ മുഅ്മിന അലാ അദാഹിൽ കാഫിരീൻ, ശത്രുക്കളായിട്ടുള്ള കാഫിരീങ്ങളെ എന്ത് ചെയ്തു? അള്ളാഹു അവന്റെ സഹായത്താൽ എന്ത് ചെയ്തു? അവരെ തോൽപ്പിച്ചു, പരാജയപ്പെടുത്തി എന്നാണ് പറയണത് കേട്ടോ. ഇനി അടുത്തതാണ് സുയ്യിന ലിന്നാസി ഹുബ്ബുശ് ശഹവാതി മിനൻ നിസാഇ വൽ ബനീന വൽ ഖനാതീരിൽ മുഖന്തറതി മിനൽ ദഹബി വൽ ഫിദ്ദ. സുയ്യിന ലിന്നാസി, ജനങ്ങൾക്ക് എന്തായി? മനുഷ്യർക്ക് അലങ്കാരമായി കാണിക്കപ്പെട്ടു. ഞാൻ പറഞ്ഞല്ലോ, അതായത് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഈ പറയപ്പെട്ട കാര്യങ്ങളെ കേന്ദ്രീകരിച്ചിട്ടാണ് ഉള്ളത്. നമ്മുടെ ജീവിതം മുഴുവനും ഫോക്കസ് ചെയ്യുന്നത് ഈ കാര്യങ്ങളിലാണ്. അപ്പൊ ഇത് ഞമ്മക്ക് മാത്രമുള്ളതല്ല, ലോകത്തെല്ലാ മനുഷ്യർക്കും ഉള്ളതാണ്. അപ്പൊ അതിൽ മാത്രം കേന്ദ്രീകരിച്ച് അതടിച്ച് പൊളിച്ച് പരമാവധി സന്തോഷിച്ച് അക്കും പാത്തിലില്ലാതെ ജീവിക്കാൻ തീരുമാനിച്ചാൽ അത് നരകത്തിക്കാണ്. എന്നാൽ ഈ പറയപ്പെട്ട വസ്തുക്കളെ കൊണ്ട് തന്നെ, അതായത് പണം കൊണ്ടും മക്കളെ കൊണ്ടും നമ്മുടെ സമ്പത്ത് കൊണ്ടും വാഹനം കൊണ്ടും കൃഷി കൊണ്ടും ഒക്കെ നമുക്ക് സ്വർഗം നേടാൻ പറ്റും. അപ്പൊ അതൊക്കെ അതിനും കൂടെ ഉപയോഗിക്കുക. ആ ചിന്തയോടെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതെന്താണ്? അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ്. അത് സ്വർഗത്തേക്ക് എത്തുന്ന കാര്യമാണ്. അപ്പൊ ഇതിപ്പോ നമ്മളൊക്കെ എങ്ങനെ ബാലൻസ് ചെയ്താലും ശരിയാവാത്തൊരു സംഗതിയാണത്. അപ്പൊ അതുകൊണ്ട് അത് നമ്മളെ മനസ്സിൽ വേണം. വായിച്ചു നോക്കാം. സുയ്യിന ലിന്നാസി, ജനങ്ങൾക്ക് അലങ്കാരമായി കാണിക്കപ്പെട്ടു, ഹുബ്ബുശ് ഷഹവാത്ത് എന്താണ്? കാമ്യ വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ മനസ്സിന് ഇഷ്ടമുണ്ടാക്കുന്ന വസ്തുക്കളോട്, അതാണ് ഹുബ്ബുശ് ഷഹവാത്ത്. നമ്മുടെ ഇച്ഛകളിൽപ്പെട്ട, നമുക്ക് ഏറ്റവും ആഗ്രഹമുള്ള വസ്തുക്കളെ, അതായത് നമുക്ക് ഇഷ്ടമുള്ള വസ്തുക്കളെ, കാമ്യ വസ്തുക്കളെ, ഇച്ഛകളെ അല്ലെങ്കിൽ ഇച്ഛാവസ്തുക്കളെ എന്നാ പറയാം. ഏതൊക്കെയാണത്? മിനൻ നിസാ, അതേ സ്ത്രീകൾ, പിന്നെ വൽ ബനീന, അതേപോലെ മക്കൾ, പിന്നെ വൽ ഖനാതീരിൽ മുഖന്തറത്ത് മിനൽ ദഹബി വൽ ഫിദ്ദ, സ്വർണത്തിൻ്റെയും വെള്ളിയിൽ നിന്നും സ്വർണത്തിൽ നിന്നുമായിട്ട് അട്ടിയിടപ്പെട്ട, മുഖന്തറത്ത് എന്ന് പറഞ്ഞാൽ അട്ടിയിടപ്പെട്ടത്, മേൽക്കുമേലിടപ്പെട്ടത്. കനാത്തീർ എന്ന് പറഞ്ഞാൽ കൂമ്പാരങ്ങൾ, കിൻതീർ, കനാത്തീർ, കൂമ്പാരങ്ങൾ ധാരാളക്കണക്കിനുള്ളത് എന്നാണ് കനാത്തീർ എന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പൊ കുന്നുകൂട്ടപ്പെട്ട, കൂട്ടിയിടപ്പെട്ട, അട്ടിയിടപ്പെട്ട വെള്ളിയുടെയും സ്വർണത്തിൻ്റെയും കൂമ്പാരങ്ങൾ. എത്ര വാങ്ങിയാലും മനുഷ്യന് എന്ത് ചെയ്യാണ്? ആർത്തി അടങ്ങാത്ത സാധനങ്ങളാണ് ഇതൊക്കെ കേട്ടോ. വൽ ഹൈലിൽ മുസവ്വമത്ത്, ലക്ഷണമൊത്തത് എന്നാണ് മുസവ്വമത്ത് പറഞ്ഞാൽ. ഹൈൽ എന്ന് പറഞ്ഞാൽ കുതിരകൾ, ലക്ഷണമൊത്ത കുതിരകൾ. ഇന്നിപ്പോൾ അത് നമ്മളെ വാഹനങ്ങളാണ്, മനസ്സിലല്ലേ? വാഹനങ്ങൾ സഞ്ചാരം മാത്രമല്ല,
നമ്മളെന്താണ്, ഒരു വാഹനം എന്നുള്ളത് നമ്മുടെ ഒരു പ്രസ്റ്റേജായിട്ട്, നമ്മുടെ ഒരു നിലവാരമായി നമ്മൾ കണക്കൂട്ടുന്ന ഒരു സാധനമാണ് വാഹനം. അപ്പോൾ വാഹനം വാങ്ങുക എന്നുള്ളത് മനുഷ്യൻ്റെ എക്സ്പെൻസിലൊരു വലിയൊരു എക്സ്പെൻസാണത്. നമ്മളിത്തൊരു വണ്ടി ഉണ്ടെങ്കിൽ നമ്മൾ അടുത്തൊരു വണ്ടിനെ പറ്റി എന്ത് ചെയ്യും, ആലോചിക്കും. അടുത്തത് ഇനി ഏതാ വാങ്ങാൻ പറ്റുക ആലോചിക്കാത്ത ആൾക്കാരുണ്ട്. ഇനി അടുത്തത് ഏതാ വാങ്ങാൻ പറ്റുക എന്നാണ് എന്ത് ചെയ്യുക, ആലോചിക്കുക. വൽ ഹൈലിൽ മുസവ്വമത്ത്, ലക്ഷണമൊത്ത കുതിരകൾ. ഇവർക്ക് ഈ കുതിര എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രേസുള്ള സംഗതിയാണ് അവർക്ക്. അതിനും വേണ്ടിയിട്ടും എന്ത് ചെയ്യും, രാജാക്കന്മാരൊക്കെ കുതിരകളെ സ്വന്തം നിലക്ക് പരിചരിക്കും. അതിന് ഭക്ഷണം കൊടുത്ത്, അതിന് സൗകര്യം ചെയ്ത് കൊടുത്തിട്ട്. ഒന്ന് വെച്ചാൽ എല്ലാ നിലക്കും ഉപയോഗിക്കാൻ പറ്റിയ വാഹനം, യുദ്ധത്തിലടക്കം ഉപയോഗിക്കുന്ന വാഹനമാണ്. വൽ അൻആമു, നാൽക്കാലികൾ. നാൽക്കാലികൾ ആടുമാട് ഒട്ടകങ്ങളൊക്കെ പെടും. വൽ ഹർത്ത്, കൃഷി. അപ്പോൾ ഇത്തരത്തിലുള്ള മനുഷ്യന്റെ കാമ്യ വസ്തുക്കൾ, അവരിഷ്ടമുള്ള വസ്തുക്കൾ, അവരുടെ ഇച്ഛകൾക്കനുസരിച്ചുള്ള വസ്തുക്കൾ. എന്താണിതൊക്കെ? ഇതൊക്കെ എന്താണ്? ദാലിക മതാഉൽ ഹയാത്തിദ് ദുനിയ. ഇതൊക്കെ എന്താണ്? ഈ പറയപ്പെട്ട വസ്തുക്കളൊക്കെ എന്താണ്? ഇഹലോക ജീവിതത്തിൻ്റെ വിഭവങ്ങളാണ്. ഇവിടെ നമുക്ക് ആസ്വദിക്കാനും അനുഭവിക്കാനും ഉള്ളവയാകുന്നു ഇതൊക്കെ. അതാണ് ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനത്തൻ ലഹാ എന്ന് പറഞ്ഞല്ലോ. ഒക്കെ പറയപ്പെട്ട എല്ലാ അലങ്കാരങ്ങളും മനുഷ്യന്റെ മനസ്സുകളെ പ്രചോദിപ്പിക്കുന്ന, നമ്മുടെ മനസ്സുകൾ എപ്പോഴും തഅല്ലഖത് ബിഹാ നുഫൂസുഹും വമാലത്ത് ഇലൈഹ ഖുലൂബുഹും, നമ്മുടെ ഹൃദയങ്ങൾ താല്പര്യപ്പെട്ട് കിടക്കുന്ന ഇവയാണ്. എപ്പോഴും മനസ്സ് ഇതിനോട് ബന്ധം, നമ്മളിങ്ങനെ ആലോചിക്കാരം. നമ്മളെപ്പോഴും നമ്മുടെ ചിന്തകളുടെ ബഹുഭൂരിപക്ഷ സമയവും നമ്മളെ ശമ്പളത്തെക്കുറിച്ചും നമ്മുടെ വരുമാനത്തെക്കുറിച്ചും വാങ്ങാൻ പറ്റുന്ന സ്ഥലത്തെക്കുറിച്ചും കൊടുക്കാൻ പറ്റുന്ന കാശിനെക്കുറിച്ചും അങ്ങനെ തന്നെ നമ്മൾ ആലോചിക്കേണ്ട വിചാരിച്ചാലും എന്തു ചെയ്യും, അതിങ്ങനെ നമ്മുടെ മനസ്സിൽ എപ്പോഴും ചിന്തിച്ചു കൊണ്ടേയിരിക്കുന്നതാണ്. തഅല്ലഖത് ബിഹാ നുഫൂസുഹും വമാലത്ത് ഇലൈഹ ഖുലൂബുഹും. അപ്പൊ ഇങ്ങനെ വങ്കസമു ബിഹസ്ബിൽ വാഖിഅ ഇലാ ഖിസ്മൈനി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആൾക്കാർ രണ്ട് വിഭാഗമാണ്. ഒന്ന് ജഅലൂഹ ഹിയൽ മഖ്സൂദ്, ഇത് മാത്രമുള്ളവർക്ക് ജീവിതത്തിൽ ലക്ഷ്യം, ഉദ്ദേശം അത് മാത്രം. ഫസാറത്ത് അഫ്കാറുഹും വഖവാതിറുഹും വഅമാലുഹും ളാഹിറ വൽ ബാത്തിന ലഹ. ഓല പ്രത്യക്ഷവും പരോക്ഷവുമായ എല്ലാ പ്രവർത്തനങ്ങളും ചിന്തകളും ആലോചനകളും മുഴുവനും ഇതിനെക്കുറിച്ചാണ്. അങ്ങനെ എല്ലാ സമയത്തും എന്താണ്, അവര് ഫശഗലത്തുഹും അമ്മ ഖുലിഖൂലി അജലി, എന്തിനു വേണ്ടിയാണോ അവര് സൃഷ്ടിക്കപ്പെട്ട അതൊന്നും അവർക്ക് ഓർമ്മയില്ല. ഈ ദുനിയാവിൽ എന്തിനാ വന്നതെന്നൊന്നും അവർക്ക് ഓർമ്മയില്ല. വസഹിബൂഹ സുഹ്ബത്തൽ ബഹായിമി സായിമ, നാൽക്കാലി അതിൻ്റെ തീറ്റയോടും അതിൻ്റെ ഇണകളോടും കാണിക്കുന്ന താല്പര്യം പോലെ ഒരു ലക്ഷ്യവും സംസ്കാരവും ഇല്ലാതെ മനുഷ്യൻ എന്താണ് അതിൻ്റെ പിന്നാലെ കൂടുന്നുണ്ട്. യതമത്തഊന ബിലദ്ദാതിക വയതനാവലൂന ഷഹവാതി, അതിനെന്ത് ചെയ്യും, അതിൻ്റെ ആസ്വാദനങ്ങൾക്ക് വേണ്ടി. വല യുബാലൂന അല, ഇതെങ്ങനെയാണെന്നൊന്നും അവൻ അറിയേണ്ട, ആസ്വദിക്കുക എന്നുള്ളതാണ് അവരുടെ അടിസ്ഥാനപരമായ ലക്ഷ്യം എന്നാണ്. അപ്പോൾ ഒരു കൂട്ടക്കാരെന്താണ്, ഇത് ആസ്വദിക്കുക അനുഭവിക്കുക എന്നുള്ളി കഴിഞ്ഞ് അവരെ മുന്നിൽ എന്തില്ല, വേറെ ലക്ഷ്യങ്ങളുണ്ട്. ഇതിനു വേണ്ടി നാൽക്കാലികളെ പോലെ മെനക്കെട്ട് നിൽക്കുന്ന ആളുകളാണ് ഒരു വിഭാഗം ആളുകൾ. രണ്ടാമത്തെ വിഭാഗം ആരാണ്? അസാനി അറഫു അൽ മഖ്സൂദ മിൻഹ, എന്തിനാണ് പടച്ചോൻ എനിക്ക് മക്കളെയും കുട്ടികളെയും സ്വത്തൊക്കെ തന്നത് എന്ന് അവർക്ക് നന്നായി അറിയാം. വഅന്നല്ലാഹ ജഅലഹ ഇബ്തിലാഅൻ വഇംതിഹാനൻ ലിഇബാദിഹി, ഇത് ഞങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി തന്നതാണ് പടച്ചോൻ എന്നവർക്കറിയാം. എന്താണ് അല്ലാഹ് നോക്കുന്നത്? ലിയഅലമ മൻ യുഖദ്ദിമു തഅതഹു വമർലാതിഹി അലാ ലദ്ദാതി വശഹവാത്, അതായത് തൻ്റെ ആസ്വാദനങ്ങളെക്കാൾ അള്ളാഹുവിൻ്റെ തൃപ്തിക്കും അള്ളാഹുവിൻ്റെ അനുസരണത്തിനും അവൻ എന്തുമാത്രം മുൻഗണന നൽകുമെന്ന് അള്ളാഹ് നോക്കുകയാണ്. സ്വത്തും സമ്പത്തൊക്കെ കൊടുത്തിട്ട് ഇന്നേറ്റ് ചെയ്യേണ്ട വല്ല ഇടപാടിനും ഇവൻ ഈ സ്വത്തും സമ്പത്തും മക്കളൊക്കെ തടസ്സമാകുന്നുണ്ടോന്നാണ് അള്ളാഹ് നോക്കുന്നത്. അപ്പൊ അവരെന്ത് ചെയ്യാണ്? ഇതവർക്കറിയാം, ഈ സ്വത്തും സമ്പത്തും ഒക്കെ പടച്ചോൻ തന്നത് നമ്മളെ പരീക്ഷിക്കാനാണ്, നമ്മളിതിന്ന് അശ്രദ്ധരാകുണ്ടോ നോക്കാനാണെന്നാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഫജഅലൂഹ വസീലത്തൻ ലഹും വത്വരീഖൻ, അവരതിനെ ഒരു മാധ്യമമാക്കും, ഒരു മാർഗമാക്കും. എന്തിനുള്ള മാർഗം? എന്താണ്? യതസവ്വദു മിൻഹ, അതിൽ നിന്ന് എന്ത് ചെയ്യും? അവർ ലിആഖിറത്തിക്കും, പരലോകത്തേക്ക് വേണ്ടിയുള്ള ഭക്ഷണം ഉണ്ടാക്കും. ഇതൊക്കെ ഉപയോഗിച്ചിട്ട് പരലോകം എങ്ങനെ നന്നാക്കാൻ.
വയതമത്തഊന ബിമാ യതമത്തഊന ബിഹി അലാ വജ്ഹിൽ ഇസ്തിആന ബിഹി അലാ മർളാത്തിഹി. അത് അള്ളാന്റെ തൃപ്തി കിട്ടുന്ന വഴികളിൽ അവരെന്ത് ചെയ്യും? ഉപയോഗിക്കുമെന്നാണ്. മനസ്സിലായില്ലേ? അപ്പോ ഖദ് സഹിബൂഹ ബി അബ്ദാനിഹിം, ശരീരം കൊണ്ട് അവരതിൻ്റെ കൂടെയുണ്ടാകും. എന്നാൽ ഫാറഖൂഹ ബി ഖുലൂബിഹിം, അവരെ മനസ്സുകൊണ്ട് അതിനെ ഭയങ്കരമായ ആർത്തി വെച്ചിട്ട് അതിൻ്റെ പിന്നാലെ നടക്കൂല. കൊണ്ടടക്കും, സ്വത്താണ്, പക്ഷേ അതും ആവൂല അവരുടെ ഹൃദയം ഉണ്ടാവുക എന്നാ പറഞ്ഞത്. വഅമിലു അന്നഹ കമാ ഖാല അല്ലാഹു തആല, അവരതിനോട് വഅലിമു, അവരറിഞ്ഞു എന്താണ് ദാലിക മതാഉൽ ഹയാത്തി ദുനിയ, ഇത് ദുനിയാവിലുള്ള ഒരു വിഭവമാണെന്ന് അവരുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കും. അങ്ങനെ അത് പരലോകത്തേക്ക് പോകാനുള്ള ഒരു വഴിയായി, ഒരു പാലമായി അവരതിനെ സ്വീകരിക്കുന്നതാണ്. മനസ്സിലായി? അങ്ങനെയാണ് അത് അവർക്കുണ്ടായിരിക്കുക. അതേപോലെ തന്നെ സ്വാറത്തുലഹും സാദൻ ഇലാ റബ്ബിഹിം, റബ്ബിലേക്കുള്ള ഒരു യാത്രാ ഭക്ഷണമായിട്ട് അവരതിനെ ഉപയോഗിക്കും. മനസ്സിലായി? ഇവിടുന്നുള്ള പണക്ക മുഴുവനും പരലോകത്തേക്ക് ചാക്കിലാക്കി വെക്കുമല്ലോ. പരലോകത്തേക്ക് യാത്ര പോകുമ്പോൾ കൊണ്ടുപോകാൻ ഇവിടുന്ന് കുറേ അവരെന്ത് ചെയ്യും? എടുത്തു വെക്കും അവർക്ക് വേണ്ടി. ഇതാണ് ഇതിലുള്ള ഈ ആയത്ത് വായിക്കുമ്പോൾ ഒരു കൂട്ടം ആൾക്കാർക്ക് ഭയങ്കര സമാധാനം കിട്ടുന്നതാണ്. എന്താ സമാധാനം? കണ്ടമാനം പണം കൊണ്ട് ദുനിയാവൊക്കെ വാങ്ങിക്കൂട്ടി അടിച്ചു പൊളിച്ച് നടക്കണ ആൾക്കാരെ കാണുമ്പോൾ ഈ ആയത്ത് മനസ്സിലുള്ള പാവപ്പെട്ടവനൊരു സമാധാനമായിക്കാറുന്നതാണ്. എന്താ സമാധാനം? ഇതൊന്നും വല്ല ഗുണത്തിനുള്ളതല്ല എന്നുള്ള ഒരു സമാധാനം ആർക്ക് കിട്ടുന്നതാണ്? സാധുക്കൾക്ക് കിട്ടും ഈ ആയത്ത് വായിക്കുമ്പോൾ എന്നാണ്. വഫി ഹാദിഹിൽ ആയ തസ്ലിയത്തുൻ ലിൽ ഫുഖറാ ഇല്ലദീന ലാ ഖുദ്റത ലഹും അലാ ഹാദിഹി ശഹവാത്തില്ലത്തി യഖ്ദിറു അലൈഹൽ അഗ്നിയാഹും, മുതലാളിമാർക്ക് കഴിയണ പോലെ സമ്പത്ത് കൊണ്ട് ചെലവാക്കാൻ കഴിയാത്ത പാവപ്പെട്ട ആളുകൾക്ക് ഒരു മനസ്സമാധാനം കിട്ടുന്നതാണ് ഈ ആയത്ത് എന്നാണ്. അതേപോലെ തന്നെ വതഹ്ദീറുൻ ലിൽ മുഗ്തരീന ബിഹ, അതുകൊണ്ട് വല്ലാതെ വഞ്ചിതരായി ജീവിക്കുന്ന ആളുകൾക്കുള്ള ഒരു വാണിംഗ് ഉണ്ട് ഇതിൽ. ഒരു എന്തുണ്ട്? ഒരു താക്കീതും ഇതിലുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. അതുകൊണ്ട് അള്ളാഹു അവസാനം പറയണ നോക്ക്, ആയത്തിന്റെ അവസാനം വല്ലാഹു ഇൻദഹു ഹുസ്നുൽ മആബ്, അള്ളാഹു ആകട്ടെ അവന്റെ അടുക്കലാണ് നല്ല മടക്കസ്ഥാനമുള്ളത്. അള്ളാഹുവിന്റെ അടുക്കലാണ് നല്ല മടക്കസ്ഥാനമുള്ളത്. എന്താ അത് പറഞ്ഞാൽ എന്താ പറഞ്ഞത്? ഇതൊക്കെ തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വിഭവം എന്ന് വിചാരിച്ച് നിൽക്കണ്ടാന്ന് കേട്ടോ. നാളെ ദാറുൽ ഖറാർ വമസീറുൽ മുത്തഖീനൽ അബ്റാർ, പുണ്യവന്മാരുടെ മടക്കസ്ഥലം, സ്ഥിരതാമസത്തിന്റെ ഭവനം, അതൊക്കെ ഏതാണ്? നാളെ പരലോകാണ് എന്ന് മനസ്സിലാക്കണം എന്നാണ്. അള്ളാഹുവിന്റെ അടുക്കലുണ്ട് വല്ലാഹു ഇൻദഹു ഹുസ്നുൽ മആബ്, അള്ളാഹുവിന്റെ അടുക്കൽ നല്ല മടക്ക, ഇതിനേക്കാളൊക്കെ ഉഷാറിൽ ജീവിക്കാൻ പറ്റുന്ന സൗകര്യങ്ങൾ ഈ പടച്ചോൻ അവിടെ നമുക്ക് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതന്നെയാണ് ഏറ്റവും വലിയ സ്വർഗം എന്ന് വിചാരിക്കണ്ട. അപ്പുറത്ത് എന്തുണ്ട്? ഇതിനേക്കാളും നല്ലൊരു സംവിധാനം കൂടെ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് എന്ന് ഇപ്പോൾ നമ്മൾ മറന്നു പോവാൻ പാടില്ല എന്ന ഓർമ്മപ്പെടുത്തലാണ് അത് കേട്ടോ. ദാലിക മതാഉൽ ഹയാത്തി ദുനിയ വല്ലാഹു ഇൻദഹു ഹുസ്നുൽ മആബ്. ആ രണ്ട് വാക്കാണ് നമ്മളെ ഇതിനോടുള്ള സമീപനങ്ങൾ സ്വീകരിക്കുന്നത്. ഇത് ഇവിടുത്തെ താൽക്കാലിക വിഭവമാണെന്നുള്ളതും നല്ല വിഭവങ്ങൾ അനുഭവിക്കാൻ ഇനി മറ്റൊരു ജീവിതം വരാനുണ്ടെന്നുമുള്ള കാഴ്ചപ്പാട് നമുക്ക് വേണമെന്നാണ് പറയുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قد كان لكم آية في فئتين التقتا فئة تقاتل في سبيل الله وأخرى كافرة يرونهم مثليهم رأي العين والله يؤيد بنصره من يشاء إن في ذلك لعبرة لأولي الأبصار زين للناس حب الشهوات من
النساء والبنين والقناطير المقنطرة من الذهب والفضة والخيل المسومة والأنعام والحرث ذلك متاع الحياة الدنيا والله عنده حسن المآب.